ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ടേബിൾ ടോപ്പ് കലണ്ടറാണ്. അതിനായിട്ട് ഒരു അത്യാവശ്യം കട്ടിയുള്ള ഒരു ബുക്കിൻ്റെ ബൈൻഡ് വേണം. സോ ഞാൻ എടുത്തിരിക്കുന്നത് കയ്യിലുണ്ടായിരുന്ന ഒരു പഴയ ലാബ് റെക്കോർഡിൻ്റെ ബൈൻഡാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ലാത്ത പേപ്പറൊക്കെ ഒന്ന് കീറിക്കളയാം. എന്നിട്ട് ആ നടുക്ക് വരുന്ന ഭാഗത്ത് നമുക്ക് എന്തെങ്കിലും പേപ്പർ വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ശരിക്കും അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഓർത്തു അത് കുറച്ചും കൂടെ ഒരു കട്ടിയിലിരുന്നോളും എന്ന് ഓർത്തിട്ടാണ് അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് നമ്മൾ ബുക്ക് പൊതിയും പോലെ തന്നെ ഒരു ചാർട്ട് പേപ്പർ യൂസ് ചെയ്തിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ സ്റ്റാപ്ലർ ഒന്നും അടിക്കാൻ പറ്റില്ലാത്ത കാരണം ഞാൻ സെല്ലോ ടേപ്പ് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ആവശ്യമില്ലാത്ത പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇത് നമുക്കിങ്ങനെ ടേബിളിൽ നേരെ വെക്കാൻ പറ്റുന്നുണ്ടോയെന്ന് മാത്രം നോക്കിയാൽ മതി. കലണ്ടറിൽ ഡേറ്റും ഡേയും ഒക്കെ എഴുതാനായിട്ട് ഞാനൊരു പേപ്പർ എടുക്കുന്നുണ്ട്. ഒരു A4 സൈസ് പേപ്പറിൻ്റെ പകുതിയോളം മതി, കാരണം അത്രയ്ക്കും ചെറുതാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. സോ ഇത്രയും തന്നെ മതിയാവും. ഇപ്പം ഞാൻ കട്ട് ചെയ്തെടുത്ത പീസും നമ്മുടെ ബൈൻഡിന് പുറമെയാണ് നിൽക്കുന്നത്. സോ അതിന്നും ആവശ്യമില്ലാത്ത ഒരു പോർഷൻ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിനകത്ത് എങ്ങനെ വേണമെങ്കിലും എഴുതാം. അതിൻ്റെ വലിപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഒന്നും മൈൻഡ് ചെയ്യണ്ട. സെപ്റ്റംബർ മാസത്തിലെ കലണ്ടറാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം ഞാനോർത്ത് ഓണമൊക്കെ ആയത് കാരണം ഇതിൻ്റെ സൈഡിൽ എന്തെങ്കിലും പൂവൊക്കെ വെച്ച് കൊടുക്കാമെന്ന്. സോ അതിനായിട്ട് ഇതുപോലെ ഒരു പേപ്പർ എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. പൂ ഉണ്ടാക്കുന്നതിന് മുന്നേ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ ആ ഡേറ്റും ഡേയും ഒക്കെ എഴുതിയിരുന്ന പേപ്പർ 2 പേപ്പർ ക്ലിപ്പ് വെച്ച് അവിടെ ഒന്ന് സെറ്റാക്കി വെക്കാം. ഞാൻ ഈ പേപ്പറിൻ്റെ 2 കോർണറിലായിട്ടാണ് പേപ്പർ ക്ലിപ്പ് വെച്ചത്. അതാവുമ്പോൾ അതവിടെ സെറ്റായിട്ടിരുന്നോളും. ഇനി നമുക്ക് പൂ ഉണ്ടാക്കാം. അതിനായിട്ട് ഇതിങ്ങനെ റോൾ ചെയ്തെടുക്കുക. റോൾ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ അറ്റത്ത് കുറച്ച് പശയും കൂടെ ഒട്ടിച്ചു കൊടുക്കുക. നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള 2 പൂക്കൾ ഇതിൻ്റെ അടിയിൽ തന്നെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിനകത്ത് വേറെ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ ഓർത്തു ഒരു റിമൈൻഡർ ബോർഡ് പോലെ ചെയ്യാമെന്ന്. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ 3 പീസ് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഒരു പേപ്പർ ക്ലിപ്പ് വെച്ചിട്ട് അവിടെ സൈഡിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കലണ്ടറിൻ്റെ വീഡിയോ. ഇത് ഭയങ്കര സിമ്പിളാണ്, പക്ഷെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടേതായ ഐഡിയാസൊക്കെ യൂസ് ചെയ്യുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക.